ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ജീത്തു മാധവൻ ഒരുക്കിയ ചിത്രമാണ് ആവേശം. രംഗ എന്ന ലോക്കൽ ഗുണ്ട നേതാവിനെയാണ് ഫഹദ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിൽ രംഗയുടെ പിന്നാമ്പുറ കഥകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സീനിയേഴ്സിനോട് പകരം വീട്ടാൻ രംഗയെ തേടി എത്തുന്ന 3 കുട്ടികളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. എന്നാൽ രംഗയുടെ ഭൂതകാലം ചിത്രത്തിൽ ഉൾപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാണെന്നാണ് സംവിധായകൻ ജീത്തു മാധവൻ പറയുന്നത്. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിൽ പഠിക്കാനെത്തുന്ന ബിബി, അജു, ശാന്തൻ എന്നീ കുട്ടികളിലൂടെയാണ് ഫഹദിൻ്റെ കഥാപാത്രമായ രംഗ ചിത്രത്തിലെത്തുന്നത്. രംഗൻ്റെ കഴിഞ്ഞ കാലം കാണിക്കുന്നത് ഒരു ക്ലീഷേ ആയി തോന്നാം. അതുകൊണ്ട് മനഃപൂർവ്വം കഥയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ജീത്തു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. എന്നാൽ മറ്റൊരു അഭിമുഖത്തിൽ ഫഹദ് ഫാസിലിൻ്റെ ചിത്രത്തിലെ കഥാപാത്രമായ രംഗനെ പോലെയല്ല റിയൽ രംഗ എന്ന് ജീത്തു പറഞ്ഞിരുന്നു. രംഗയെക്കുറിച്ച് അറിയുന്നതൊക്കെ ആ സിനിമയിലുണ്ട്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതൽ എഴുതണം. ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്യാങ്സ്റ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ക്യാരക്ടർ ഉണ്ടാകാൻ ഒരു റെഫറൻസ് ഉറപ്പായും ഉണ്ട്. ഇതുപോലെ ഒരു കഥാപാത്രത്തെ എനിക്ക് പരിചയമുണ്ട്. ഈ വ്യക്തിയെ ഫഹദിനും അറിയാം. പുള്ളിയുമായി എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല. സിനിമയിൽ കാണുന്ന രംഗണ്ണൻ ഒന്നുമല്ല. ശരിക്കും നിങ്ങൾ കാണുന്നത് പോലെ അദ്ദേഹം അത്ര നല്ല മനുഷ്യനൊന്നും അല്ല. ചിത്രത്തിലെ രംഗണ്ണൻ നന്മയൊക്കെയുള്ള തക്കുടുവായ ഒരു മനുഷ്യനാണ്. ശരിക്കുള്ളവർ അതല്ല, ടൈറ്ററാണ് എന്നാണ് ക്ലബ് FM-ന് നൽകിയ അഭിമുഖത്തിൽ എന്നാണ് ജീത്തു പറഞ്ഞത്. ഏപ്രിൽ 11 തിയേറ്ററുകളിൽ എത്തിയ ആവേശം ആഗോളതലത്തിൽ 100 കോടി നേടിയിട്ടുണ്ട്. 13 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം 100 കോടി ക്ലബിലെത്തിയത്. 107 കോടിയാണ് ചിത്രത്തിൻ്റെ 15 ദിവസത്തെ കളക്ഷൻ. ഫഹദിനെ കൂടാതെ മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു, പ്രണവ് രാജ്, ഹിപ്സ്റ്റർ മിഥുൻ JS, റോഷൻ ഷാനവാസ്, ശ്രീജിത്ത് നായർ, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ, തങ്കം മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. അൻവർ റഷീദും നസ്രിയ നസീമും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജീത്തു മാധവൻ തന്നെയാണ് ചിത്രത്തിലെ തിരക്കഥ രചിച്ചിരിക്കുന്നത്.